നല്ല ഹൈവേ കംഫർട്ടും നല്ല മൈലേജും മോശമില്ലാത്ത പെർഫോമൻസും അത്യാവശ്യം ഓഫ് റോഡബിലിറ്റിയൊക്കെ തരുന്ന ഒരു ഓൾറൗണ്ടർ ബൈക്ക്. ഈ ഒരു ബൈക്ക് അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ പാക്കഡായി ചെറിയൊരു പ്രൈസിന് കിട്ടുന്ന സമയത്ത് നമ്മളാരെങ്കിലും വാങ്ങാതിരിക്കുമോ? ഒരിക്കലുമില്ല, നമ്മൾ എന്തായാലും വാങ്ങും. അതുകൊണ്ടായിരിക്കും എക്സ്പൾസ് 210 ഒരു വാല്യൂ ഫോർ മണി മെഷീനായിട്ട് എല്ലാവർക്കും തോന്നുന്നത്. പക്ഷേ വാല്യൂ ഫോർ മണി എന്ന് തോന്നുന്നതൊക്കെ ശരിക്കും വാല്യൂ ഫോർ മണി തന്നെയാണോ, അതോ ക്വാളിറ്റി കുറച്ച് ഫീച്ചേഴ്സ് കൂട്ടി വില കുറച്ച് നമ്മളൊക്കെ വാല്യൂ ഫോർ മണി എന്ന് വിശ്വസിപ്പിക്കുന്നതാണോ? യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള മാർക്കറ്റിംഗ് വീഡിയോസിലൊക്കെ അവർ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് വണ്ടിയുടെ ഓഫ് റോഡബിലിറ്റി എന്നുള്ളത്. എന്നാൽ ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് അതാണ് വണ്ടിയുടെ ഏറ്റവും വലിയ വീക്ക് പോയിൻ്റ് എന്നാണ്. അതേസമയം ഈ വണ്ടിയുടെ ഒരു പ്ലസ് പോയിൻ്റ് അധികാരം സംസാരിക്കുന്നതോ എടുത്തു പറയുന്നതോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എക്സ്പൾസ് 210 ഒരു ഓഫ് റോഡ് ബൈക്കല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിന്റെ 32 പല്ലും കളഞ്ഞു കൊന്ന് കായൽ താഴ്ത്തും. അതിന് അഗെയിൻസ്റ്റ് ചെയ്ത് സംസാരിക്കാനും അതിൻ്റെ ഓഫ് റോഡ് വീഡിയോസായിട്ട് വരാനും ഒരുപാട് പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. വണ്ടിയുടെ സസ്പെൻഷൻ കംഫർട്ടബിൾ ആണെന്ന് കരുതി നമുക്കെപ്പോഴും അത് ഓഫ് റോഡ് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. നമ്മുടെ പുതിയ എക്സ്പൾസ് 210 എനിക്ക് ഏറ്റവും ഇഷ്ടം ഹൈവേയിൽ യൂസ് ചെയ്യാനാണ്. നമ്മുടെ വീസ്ട്രോമിനേക്കാളും 10 മടങ്ങ് കംഫർട്ടാണ് എനിക്ക് എക്സ്പൾസ് 210 ഫീൽ ചെയ്തത്. അതുതന്നെയാണ് എക്സ്പൾസ് 210 നേരത്തെ പറഞ്ഞ ആ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റും. ഇത് ശരിക്കും ഒരു ഓൾറൗണ്ടർ ബൈക്കാണ്. കമ്പനി വണ്ടി ഇറക്കിയിരിക്കുന്നതും നല്ലൊരു പ്രൈസ് പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും കംഫർട്ടും ഇത്രയും മൈലേജും അതുപോലെ തന്നെ ഒരുവിധം ഓഫ് റോഡബിലിറ്റി ഒക്കെ തന്നിട്ടും വണ്ടി വാല്യൂ ഫോർ മണി അല്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഓരോ റൈഡ് കഴിഞ്ഞ് വരുമ്പോഴും ചെറുതും വലുതുമായ കംപ്ലയിൻസ് കിട്ടുന്നത് കൊണ്ടാണ് ഇതൊരു വാല്യൂ ഫോർ മണി അല്ല എന്ന് തോന്നാൻ കാരണം. വണ്ടിയുടെ ആ ഒരു പീസ്ഫുള്ളായ ഓണർഷിപ്പ് എക്സ്പീരിയൻസിനെ ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ കംപ്ലയിൻറ്റുകൾ നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. എന്നാൽ ഈ കംപ്ലയിൻറ്റ് കൊണ്ട് നമ്മൾ ഷോറൂമിലേക്ക് ചെന്നാൽ ചിലപ്പോൾ അവർ പറയാൻ പോകുന്നത് ഇത് വണ്ടിയുടെ കോമൺ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഇതൊരു കംപ്ലയിൻ്റ് അല്ല എന്നാണ്. ഈ വീഡിയോ കാണുന്നത് എക്സ്പൾസ് 210 യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ഈ ഒരു റെസ്പോൺസ് ഷോറൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഈ വണ്ടി എടുത്ത് ആദ്യത്തെ 4000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു കംപ്ലയിൻ്റ് ആണ് ഹെഡ് എന്നുള്ള അനാവശ്യമായ നോയ്സ്. അത് വണ്ടി തണുത്തിരിക്കുന്ന സമയത്ത് വലുതായിട്ടില്ലെങ്കിലും നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ആ നോയ്സ് ഭയങ്കരമായിട്ട് കൂടും. നമ്മുടെ പിസ്റ്റൻ്റെ റിങ്ങൊക്കെ പൊട്ടിയടിക്കുന്ന ആ ഒരു തരത്തിലുള്ള സൗണ്ടാണ് വണ്ടി അത്യാവശ്യം ഹീറ്റാകുന്ന സമയത്ത് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കംപ്ലയിൻസുമായിട്ട് ഷോറൂമിൽ പോകുന്ന സമയത്ത് അവർ സ്റ്റാർട്ട് ചെയ്ത് നോക്കും, വലിയ സൗണ്ടും നോയ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവരിത് കോമൺ ഇഷ്യൂ ആണെന്നോ അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെയാണ്, ഇതാണ് വണ്ടിയുടെ സൗണ്ടെന്നോ പറയും. ഇതൊരു കംപ്ലയിൻറ്റേ അല്ല എന്ന് പറയും. പല തവണ ചെക്ക് ചെയ്തിട്ട് അതും ചെക്കിങ്ങിന് ടൈം എടുക്കുന്നത് 2 ദിവസം മുതൽ ഒരാഴ്ച വരെയൊക്കെയാണ്. അങ്ങനെ ഒരാഴ്ച വണ്ടിയിൽ പരീക്ഷണങ്ങൾ നടത്തി അവർ എല്ലാ കംപ്ലയിൻറ്റും റെഡി ആയിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. നമ്മൾ വണ്ടി പോയി എടുക്കും. കുറച്ച് ദൂരം ഓടി കഴിയുമ്പോഴേക്ക് വീണ്ടും പഴയ ഇഷ്യൂ തുടങ്ങും. അങ്ങനെ ഈ ഒരു ഇഷ്യൂ ഞങ്ങൾ ആദ്യം കരുതിയത് ഈ ഒരു വണ്ടിക്ക് മാത്രമാണ്, ചിലപ്പോൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഇതേ റെസ്പോൺസാണ് കേരളത്തിലുടനീളമുള്ള ഓണേഴ്സിന് കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ 70% ഓഫ് ദി ഓണേഴ്സും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. അങ്ങനെ എക്സ്പൾസ് 210 ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കേരളത്തിലുടനീളമുള്ള ഒട്ടുമിക്ക റൈഡേഴ്സും ഉണ്ട്. അങ്ങനെ ഇവർക്ക് ഫേസ് ചെയ്യുന്ന ഓരോ ഇഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറേ മെയിലുകൾ അയച്ചു. അങ്ങനെ ഈ ഓണേഴ്സൊക്കെ കൂടെ ഹയർ ഓഫീഷ്യൽസുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചു. ആ മീറ്റിങ്ങിന് ശേഷം ഇവരെല്ലാവരും ഹെഡ് മാറിത്തരാം, വാറണ്ടിയിൽ മാറിത്തരാമെന്ന് ഒരു തീരുമാനമെടുത്തു. അങ്ങനെ വണ്ടിയെടുത്ത് ഒരു 7-8 മാസങ്ങൾക്ക് ശേഷം കമ്പനി നമുക്ക് ഹെഡ് ഫ്രീ ആയിട്ട് മാറി തന്നു. അതോടെ ഈ ഹെഡ് നോയ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറി. പിന്നെ ലോങ് റൈഡ് പോയി നോക്കി പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പുതിയൊരു പ്രശ്നം അതിന് ശേഷം ഉടലെടുത്തു. അതിന് ശേഷം വന്ന പ്രശ്നമാണ് വണ്ടി റണ്ണിങ്ങിലൊക്കെ ഓഫായി പോകുക എന്നുള്ളത്. നമ്മൾ പഴയ കാർബറേറ്റർ വണ്ടികളൊക്കെ ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഓഫായി പോകും. അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ് നമ്മുടെ ഈ എക്സ്പൾസിന് ഫേസ് ചെയ്തത്. അത് എത്ര ഓണേഴ്സ് ഫേസ് ചെയ്തു എന്നറിയില്ല, കാരണം അതൊന്നും അധികം ആരും റിപ്പോർട്ട് ചെയ്തത് കേട്ടിട്ടില്ല. പിന്നെ വേറൊന്നും നോക്കിയില്ല, വണ്ടി വീണ്ടും ഷോറൂമിലേക്ക് കയറ്റി. അവർ ഒരാഴ്ച വണ്ടി അവിടെ വെച്ച് ഇൻസ്പെക്ട് ചെയ്തു. ശേഷം വാറണ്ടിയിൽ ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് തന്നു. അതുപോലെ ത്രോട്ടിൽ ബോഡിയും ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരില്ല എന്ന് പറഞ്ഞു. തിരിച്ച് വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതേ കംപ്ലയിൻറ്റ് തുടങ്ങി. തിരിച്ച് ഷോറൂമിലേക്ക് പോയി. അവർ ഇത്തവണ ഫുൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു വാൽവിന് ചെറിയ ഡാമേജ് ഉണ്ട്, വാൽവ് റീപ്ലേസ് ചെയ്യണമെന്ന്. അങ്ങനെ വണ്ടിയുടെ വാൽവും റീപ്ലേസ് ചെയ്തു. വാൽവ് റീപ്ലേസ് ചെയ്തതിന് ശേഷം ഒരു റൈഡിൽ 10 തവണ ഓഫാകുന്ന വണ്ടി ഒരു റൈഡിൽ 1-2 തവണ ഓഫായാലായി എന്നുള്ള സിറ്റുവേഷനിലേക്ക് വന്നു. കംപ്ലയിൻറ്റ് മുഴുവൻ മാറിയില്ലെങ്കിലും നമുക്ക് വണ്ടി കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ കംപ്ലയിൻറ്റ് മാറ്റി തന്നു. ഇത് ശരിയാക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് വണ്ടിയുടെ ഡിസ്പ്ലേ അടിച്ചു പോയി. അങ്ങനെ കുറച്ച് ദൂരം ഡിസ്പ്ലേ ഇല്ലാതെ ഓടി. ശേഷം ഷോറൂമിൽ കയറ്റി. അവർ ഡിസ്പ്ലേയുടെ വയറിംഗ് കിറ്റ് ഡാമേജ് ആയതാണെന്ന് പറഞ്ഞു ഡിസ്പ്ലേ മാറ്റി തന്നു. ഡിസ്പ്ലേ മാറ്റിയതിന് ശേഷം ഹെഡ്ലൈറ്റ് വർക്കാവുന്നില്ല.
അങ്ങനെ അവർ തിരിച്ചും മറിച്ചും ചെക്ക് ചെയ്തു, എന്താണെന്ന് പിടികിട്ടുന്നില്ല. അങ്ങനെ വണ്ടിയുടെ കംപ്ലീറ്റ് വയറിംഗ് കിറ്റ് മാറി. ഈ മാറ്റിത്തരുന്നതൊക്കെ വാറണ്ടിയിലാണ്, അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അങ്ങനെ ആ കംപ്ലൈൻറ്റ് മാറിക്കിട്ടി. കഴിഞ്ഞ തവണ വണ്ടി ഒന്ന് വീഡിയോ എടുക്കാൻ ചോദിച്ച സമയത്ത് ഇതിൻ്റെ ഓണർ തന്ന റെസ്പോൺസാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ശനിയോ ഞായറോ വണ്ടി തരാം, പക്ഷെങ്കിൽ വണ്ടി എൻ്റെ കൈബിൾ കിട്ടട്ടെ. തമാശക്ക് പറഞ്ഞാണെങ്കിലും ആ ചിരിയിൽ ഒരു നിസ്സഹായാവസ്ഥയുണ്ട്. പുള്ളിയുടെ വണ്ടി പുള്ളിയുടെ കയ്യിലില്ല, ഷോറൂമിലാണ്. എപ്പോൾ തരാൻ പറ്റുമെന്ന് ഷോറൂമുകാർക്ക് പോലും അറിയില്ല. ഇതുപോലൊരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ എന്നെങ്കിലും വണ്ടി വാല്യൂ ഫോർ മണി ആണെന്ന് നിങ്ങൾ പറയുമോ? ഇപ്പോൾ വണ്ടിയുടെ ഓണറിൻ്റെ അവസ്ഥ, ഒരുവിധം ഓണേഴ്സിൻ്റെ ഒക്കെ അവസ്ഥ, അവർ അവരുടെ വിധി അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. റീസെൻ്റായിട്ട് ഞാൻ വണ്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഓണർ വളരെ കൂളായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇടയ്ക്ക് ഇൻഡിക്കേറ്റർ മിസ്സാകുക, ഇൻഡിക്കേറ്ററിൽ വെള്ളം കയറുക, അത് വാറണ്ടി മാറി കിട്ടും, എല്ലാം വാറണ്ടി മാറി കിട്ടും. ഇപ്പോൾ അടുത്ത ഇൻഡിക്കേറ്റർ കത്തുന്നില്ല, അങ്ങനത്തെ കുറച്ച് കംപ്ലയിൻറ്റ്സ് ആണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വണ്ടി ഷോറൂമിൽ നടക്കുന്ന സമയത്ത് വണ്ടിയുടെ മേലെ എന്തൊക്കെ പാർട്സ് ഉണ്ടോ അതൊക്കെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പീസ്ഫുള്ളായി വണ്ടി ഓടിച്ചു കൊണ്ട് നടക്കാം. ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലുള്ള വലിയ വലിയ പ്രശ്നങ്ങളാണെങ്കിലും ബാധിക്കുന്നത് നമ്മുടെ ഓണർഷിപ്പ് എക്സ്പീരിയൻസിനെ തന്നെയാണ്. അപ്പോൾ എക്സ്പൾസ് 210 ഒരു മോശം ബൈക്കാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ഫസ്റ്റ് ബാച്ച് വാഹനങ്ങളെടുത്ത ഒരുവിധ ആൾക്കാരൊക്കെ ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത്. എന്നാൽ ഹെഡ് റീപ്ലേസ് ചെയ്തതോടുകൂടി ഒരുവിധ ആൾക്കാർക്കൊക്കെ ആ ഒരു പ്രശ്നം കംപ്ലീറ്റായി മാറിയിട്ടുണ്ട്. പക്ഷേ ഓഫ് റോഡ് ഫോക്കസ് ചെയ്തെടുക്കുന്നവർക്ക് ഇതൊരു നല്ല ചോയ്സ് ആയിരിക്കില്ല. കാരണം ലോ ആൻഡ് ടോർക്ക് വളരെ കുറവാണ്, ഫ്രീക്വൻ്റായിട്ട് ഓഫായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലച്ച് താങ്ങി ക്ലച്ച് കത്തിച്ച് വേണം വണ്ടി എടുക്കാൻ. അത് വണ്ടിയുടെ ഓവറോൾ ഹെൽത്തിനെ തന്നെ ബാധിക്കും. നിങ്ങൾക്ക് ഈ വണ്ടി ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഹൈവേയിലേക്കാണ്. നല്ല ടൂറിങ് കംഫർട്ടാണ്. വീസ്ട്രോമിലും എക്സ്പൾസിലും മാറി മാറി ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളൊരു ലോങ് റൈഡ് പോകുന്ന സമയത്ത് എക്സ്പൾസിൽ ട്രാവൽ ചെയ്ത ആൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ക്ഷീണം കുറവ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.